ഇതിലും ആൾക്കാരുടെ മുമ്പ് പറ്റിയിട്ടുണ്ട്. കൈ മുറിഞ്ഞോ? ഓഡിയൻസിന്റെ ഉള്ള ഒരു പ്രചോദനമാണ് നമ്മുടെ ഒരു എനർജി. പരിപാടി ഗംഭീര പരിപാടിയായിരുന്നു. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിൽ സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ ആക്ച്വലി ഇത് ഇന്നലെ ചെയ്തതാണ്. കളരിയുടെ ഒരു പ്രോഗ്രാം ദേവർഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വിഷ്വൽസ് എടുത്തു, ഒരു വീഡിയോ രൂപത്തിൽ ചെയ്തതല്ല, അവിടുന്ന് കുറച്ച് വീഡിയോസ് എടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളെയും കാണിക്കാന്നുള്ള എങ്ങനെയാണ് ഒരു സ്ഥലത്ത് പോയി നമ്മുടെ കളരിയുടെ പ്രദർശനം എന്നില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണാം കേട്ടോ. വലതുകാൽ മുമ്പിൽ, വലതുകാൽ കൈ മാർക്ക് അടിച്ച് പിടിച്ചു വലിക്ക് വെട്ടി തട്ടി ഇടിച്ചു വലം തട്ടി ഇടന്നിട്ട് കേറി കഴിച്ച് അടിച്ച് പിടിച്ചു വലിക്ക് വെട്ടി തട്ടി ഇടിച്ച് വലം തട്ടി ഇടന്നിട്ട് കേറി കഴിച്ച് അടിച്ച് പിടിച്ചു വലിക്ക് വെട്ടി തട്ടി ഇടിച്ച് വലം തട്ടി ഇടന്നിട്ട് കേറി അടിച്ച് പിടിച്ചു വലിക്ക് വെട്ടി തട്ടി ഇടിച്ച് വലം തട്ടി ഇടന്നിട്ട് കാൽ മാറി കേറി കഴിച്ച് ഇടിച്ച് വാങ്ങി വെട്ടി ഇടന്നിട്ട് കേറി അടിച്ച് മാറി കേറി കഴിച്ച് ഇടിച്ചു വാങ്ങി വെട്ടി ഇടന്നിട്ട് കേറി മാറി കേറി കഴിച്ച് ഇടിച്ചു വാങ്ങി വെട്ടി ഇടന്നിട്ട് ഇടം തട്ടി വലം തട്ടി ചുറ്റിച്ച് കാലം മുറിച്ച വലത്ത് മാറി ഇടത്ത് മുടി വാങ്ങി മാറി അമർത്തി എടുത്ത് വലത്ത് കെട്ടി വലത്ത് മുന്നോട്ട് മാറി ഇടത്തെടുത്ത് നിന്നു ചാടി കെട്ടി കേറില്ല മറന്നു കൈ നേരെ പൊക്കി പിടിച്ച് വലത്ത് നേരെ എടുത്തിരുത്തി ഇടത്തെടുത്തിരുത്തി വലത്ത് നേരെ എടുത്തിരുത്തി ഇടത്ത് നേരെ വലത്ത് നേരെ തിരിയാൻ ചവിട്ടി പോയി കഴിഞ്ഞാണ് വലത്ത് നേരെ തിരുത്തി മലർന്ന് കൈ പറഞ്ഞു ഇടം നേരെ തിരുത്തി മലർന്ന് കൈ പറഞ്ഞു വലത്തെടുത്തിരുത്തി മലർന്ന് കൈ പറഞ്ഞു വലത്തോട് വെച്ചു ഇടത്തോട് വെച്ചു രമേശ് രാജു
പരിപാടി അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി പരിപാടി. കീപ് ഇറ്റ്. താങ്ക് യു. ആദ്യം നടക്കുന്ന രംഗപൂജയാണ്. ചറ്റപ്പള്ളം ശ്രീപാദ നൃത്തകലാ സംഘത്തിലെ നമിത മാത്യു, അഭിനന്ദന വിനോദ് എന്നിവരാണ് രംഗപൂജ അവതരിപ്പിക്കുന്നത്. രംഗപൂജ സൂപ്പർ ആട്ടോ. ഈ ക്ഷേത്രാങ്കണത്തിൽ അവതരിപ്പിക്കാൻ ഓക്കെ അല്ലേ? സൂപ്പറായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. അഭിനന്ദന വിനോദ് എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്ന രംഗപൂജയോടുകൂടി നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കും. നമ്മുടെ പ്രോഗ്രാമിൽ സമയബന്ധിതമായി എന്റെ കൈ മുറിഞ്ഞോ? നോക്കട്ടെ. എന്നാലും സൂപ്പറായിരുന്നു കേട്ടോ. വാണ് പറ്റിയത് എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഇതിനു മുമ്പ് പറ്റിയിട്ടുണ്ടോ? ഇതിലും ആൾക്കാരുടെ മുമ്പ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ആള് വളരെ കുറവായിരുന്നു. ഗ്രൗണ്ട് സപ്പോർട്ട് കുറവായിരുന്നു. ഇതിനെക്കാട്ട് എത്ര അടിപൊളി പരിപാടികൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓഡിയൻസിന്റെ ഉള്ള ഒരു പ്രചോദനമാണ് നമ്മുടെ ഒരു എനർജി ആയിട്ട് വരിക. അപ്പൊ നാളെ മത്സരത്തിന് കൊണ്ടല്ലേ? നാളെ മത്സരത്തിന് അപ്പം എന്തായാലും ഓൾ ദ ബെസ്റ്റ്. രാവിലെ തിരുവനന്തപുരത്ത് വെച്ചിട്ടല്ലേ? എന്തായാലും ഓൾ ദ ബെസ്റ്റ്. അതിനകത്ത് പ്രൈസ് അടിക്കണം കേട്ടോ. നമ്മുടെ സംസ്ഥാനതല ദേശീയതല ചാമ്പ്യനാട്ടോ. ഇത് ആശാന്റെ മൂത്ത മോനാട്ടോ ബബ്രു. അതേപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ ഡ്രസ്സും മാറി പോയിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട്. പിള്ളേർ സെറ്റൊക്കെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജോബി ചേട്ടാ, പരിപാടി എങ്ങനെയുണ്ടായിരുന്നു? പരിപാടി ഗംഭീര പരിപാടിയായിരുന്നു. വളരെ പിന്നെ ശ്രോതാക്കളുടെ അകമഴിഞ്ഞ കരഘോഷത്താൽ പരിപാടി ഗംഭീരാക്കി. അതുപോലെ തന്നെ ജോബി ചേട്ടാ, ഉറുമി വയറ്റിയിട്ട് എന്തെങ്കിലും പരിക്കുകൾ പറ്റിയോ? പരിക്കുകൾ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. ആശുപേടിന് കൈ ചെറുതായിട്ട്, അതൊക്കെ സർവ്വസാധാരണമാണ്. അത് ആയുധമാണല്ലോ നമ്മൾ പറ്റുന്നത്. എന്നാലും നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെ പൊരുതി നിന്നിട്ടാണ് ഇറങ്ങി വരുള്ളൂ. കളരിയിൽ ഇറങ്ങിയാൽ നമ്മൾ അതിന്റെ പര്യവസ്ഥാനം കണ്ടിട്ട് നമ്മൾ പിന്മാറുകയുള്ളൂ. പരിപാടി എന്തായാലും അടിപൊളിയായിരുന്നു. അടിപൊളിയാണ് പരിപാടി, അടിപൊളിയാണ്. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. നാളെ തിരുവനന്തപുരം പോകുന്നുണ്ടോ? നാളെ പോകുന്നുണ്ട്. അവിടെ ഇറങ്ങുന്നുണ്ടോ? അവിടെ ഇറങ്ങുന്നില്ല. ജഡ്ജായിട്ട് കുട്ടികളെ കൊണ്ട് നമ്മൾ പോകുന്നതാണ്. ജഡ്ജായിട്ടല്ല, നമ്മൾ കുട്ടികളെ കൊണ്ട് ഇവിടുന്ന് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.
ഗൈസ് നമ്മളപ്പം ഞാൻ ചെറുപ്പം തൊട്ടേ കളരി പഠിക്കുന്നതാണ്. ഇത് ആശാൻ്റെ മോനാണ്, ഇളയ മോനാണ്. അപ്പം ഇവിടെ ദേവരകത്ത് കാപ്സിൽ ദേവരകത്ത് വെച്ചൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം അതിനുവേണ്ടി നമ്മൾ വന്നതാണ്. അപ്പം ഇവർ എല്ലാവരും ഇറങ്ങി അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ നാളെ ഇവർക്ക് കളരിയുടെ കോമ്പറ്റീഷൻ ഉണ്ട്, സ്റ്റേറ്റ് ആണ്. ഞാൻ പോകുന്നില്ല, കുറച്ച് സാങ്കേതിക കാരണങ്ങൾ കാരണം പോകാൻ പറ്റിയില്ല. അപ്പം ഇവർ നാളെ രാവിലെ 8 മണിക്ക് പോകും. അപ്പം എല്ലാവരും ഒന്ന് വിഷ് ചെയ്യണം കേട്ടോ, പ്രൈസ് അടിക്കാൻ വേണ്ടി. സ്റ്റേറ്റ് സംസ്ഥാനതല ചാമ്പ്യനാണ്. എല്ലാം ഇവിടെ മിക്കവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ബ്ലോഗറും സംസ്ഥാനതല ചാമ്പ്യൻ, ദേശീയതല ചാമ്പ്യനാണ്. നമ്മൾ കളരി ചെറുപ്പം തൊട്ടേ ഫൈറ്റിങ്ങിലായിരുന്നു അല്ലേ? 2018 ഇപ്പൊ നമ്മളും പോയിട്ടുള്ളതാണ്. ഇപ്രാവശ്യം പോകുന്നില്ല. ജില്ലാതലത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ചെറിയൊരു പ്രശ്നം കാരണം പോകാൻ പറ്റിയില്ല. അപ്പം ഭാഗ്യമുണ്ട്, നമുക്ക് അടുത്തോട്ടൊക്കെ നോക്കാനേ. എന്തായാലും ഇപ്രാവശ്യം പോയി നോക്കാനല്ല, നമ്മൾ സെറ്റാക്കും. അപ്പം ഇപ്രാവശ്യം അടിപൊളിയായിട്ട് പോയിട്ട് വരണം. ഓക്കെ ബൈ. പിന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ.